Good morning, Pradeep sir. Welcome to the show. Morning, Priya, and morning, viewers. US വിപണിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തിൽ ശക്തമായിട്ടുള്ള മുന്നേറ്റം തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും CPI കണക്കുകളൊക്കെ തന്നെ വന്നതിന്റെ ഒരു പിൻബലത്തിൽ നല്ലൊരു മുന്നേറ്റം US വിപണിയിൽ കാണാൻ സാധിച്ചിരുന്നു. നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത പോലെ തന്നെ നാസ്ഡാക്ക് 1.5% നേട്ടം രേഖപ്പെടുത്തി. S&P 500ഉം 1% നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രത്യേകിച്ചും Nvidia പോലുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള റാലി കഴിഞ്ഞ ദിവസം US വിപണിയിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇന്നത്തെ ഒരു വിപണിയിൽ US വിപണിയെ സംബന്ധിച്ച് പ്രധാനമായിട്ട് നമുക്ക് വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? So, Dow Jones Index and Nasdaq കഴിഞ്ഞ 5-8 സെഷൻസിൽ ഒരു കറക്ഷൻ നേരിടുകയായിരുന്നു. സോ ഇന്നലെ നമുക്കൊരു ശക്തമായൊരു റിക്കവറി കണ്ടു. സോ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ ഓൾ ടൈം ഹൈ 39,282. ഇത് തന്നെ ആയിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് കാണുക 39,600 പോയിന്റിലാണ്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അഗെയിൻ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഓൾ ടൈം ഹൈ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു ഓൾ ടൈം നിലനിൽക്കുന്ന 18,416. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു 200 പോയിന്റിന്റെ നേട്ടം നാസ്ഡാക്ക് ഇൻഡെക്സിൽ എക്സ്പെക്ട് ചെയ്യാം. കമ്മോഡിറ്റി മാർക്കറ്റ്സിലേക്ക് നോക്കുന്ന സമയത്ത് ഡെറിവേറ്റീവ്സിൽ ഇപ്പോൾ ബ്രന്റ് ക്രൂഡ് 0.61% ഒരു നേട്ടത്തിൽ ബാരലിന് 82.42 എന്നൊരു റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ബ്രന്റ് ക്രൂഡും അല്ലെങ്കിൽ ക്രൂഡുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? So crude continues to struggle around $80. So immediate ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ സൈഡ് വൈസ് ആയിട്ട് കാണുന്നത്. WTI ക്രൂഡിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് $80 തന്നെ ആയിരിക്കും. $80 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറും. അതോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് വരുന്ന സമയത്ത് ഇന്നിപ്പോൾ ഫ്ലാറ്റ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് കാണാൻ സാധിക്കുന്നത്. ട്രൈ ഔൺസിന് $2,159 എന്നുള്ള റേഞ്ചിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഗോൾഡിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കണക്കുകളൊക്കെ തന്നെ വന്നതിന് ശേഷം ഇനി പ്രധാനമായിട്ടും എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? കേസിൽ നമ്മൾ ഓൾമോസ്റ്റ് 5-8 ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് നേട്ടമാണ് നമ്മൾ കണ്ടത്. ഇൻഫാക്ട് ഫെബ്രുവരി അവസാനം $2,000 ട്രേഡ് ചെയ്തിരുന്ന സ്വർണം കഴിഞ്ഞ ആഴ്ച $2,200 വരെ എത്തിയിരുന്നു. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 10% ഗെയിൻ. നമ്മൾ ഇത്രയും ശക്തമായിട്ട് സ്വർണത്തിൽ അടുത്ത കാലത്ത് ഒന്നും തന്നെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടിട്ടില്ല. ബട്ട് ഈ ഒരു ഓവർ ഹീറ്റിങ്ങിനെ തുടർന്ന് ഇന്നലെ നമുക്ക് സ്വർണത്തിന്റെ കേസിൽ ഒരു അല്പം പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ ഇടയായിരുന്നു. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ സ്വർണത്തിൽ വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇത് നമ്മൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ തൽക്കാലം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പ്രോഫിറ്റ് ബുക്കിംഗ് കഴിയുമ്പോൾ നമുക്ക് ലെറ്റസ് വെയിറ്റ് ആൻഡ് സി എവിടെ സപ്പോർട്ട് വരുമെന്ന്. മേജർ സപ്പോർട്ട് ഏരിയാസ് കാണാൻ സാധിക്കുന്ന $2,140 അതിനെ തുടർന്ന് $2,120. ആഭ്യന്തര വിപണിയുടെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് കഴിഞ്ഞ ദിവസത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സെഷൻ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിൽ വ്യാപാരം ആരംഭിച്ചതിന് ശേഷം ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയെങ്കിലും തുടർന്ന് അങ്ങോട്ടുള്ള നിമിഷങ്ങളിൽ 22,256 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് താഴുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വീണ്ടും ഒരു റിക്കവറി രേഖപ്പെടുത്താൻ വേണ്ടി നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു. പിന്നീട് അങ്ങോട്ടൊരു ഫ്ലാറ്റ് നോട്ടിൽ തന്നെയായിരുന്നു വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അവസാന നിമിഷത്തിൽ 22,335 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചതും. ഇന്നലത്തെ ഒരു ഇൻട്രാഡേ ഹൈ നോക്കുമ്പോഴും 22,452 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നിഫ്റ്റി ഒക്കെ തന്നെ ഒരു പോസിറ്റീവ് നോട്ടിലാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഒരു വിപണിയിൽ പ്രധാനമായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് വാച്ച് ചെയ്യേണ്ട ഒരു ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റിയുടെ നാച്ചുറലി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് നിഫ്റ്റിയുടെ കേസിൽ അതിന്റെ ഓൾ ടൈം ഹൈ 22,526. അത് തന്നെയായിരിക്കാം റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ബട്ട് ഷോർട്ട് ടേമിൽ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 22,200 പോയിന്റ് ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. നിഫ്റ്റി ബാങ്കിലേക്ക് വരുന്ന സമയത്ത് 45 പോയിന്റിന്റെ ഒരു ഇടിവോട് കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 47,282 എന്ന റേഞ്ചിലാണ് നിഫ്റ്റി ബാങ്ക് വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ഇന്നലെ നിഫ്റ്റി ബാങ്കിൽ ഏറ്റവും അധികം ലീഡ് ചെയ്യുന്നത് HDFC ബാങ്കാണ്. മറ്റെല്ലാ ബാങ്കിങ് സ്റ്റോക്കുകളും ഒരു ഇടിവോട് കൂടിയിട്ടായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രത്യേകിച്ചും PSU ബാങ്കുകളൊക്കെ തന്നെ ഒരു കനത്ത ഇടിവിലേക്ക് പോകുന്ന ഒരു പ്രവണത കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ഒരു ഇൻട്രാഡേ ഹൈയും ലോയും പരിശോധിക്കുകയാണെങ്കിൽ 47,812 എന്നൊരു ലെവലിലേക്ക് ഉയർന്ന
തുടർന്നതിന് ശേഷം പിന്നീട് ഒരു നിമിഷങ്ങളിൽ ഒരു വ്യാപാരത്തിന്റെ ഒരു ഘട്ടത്തിൽ 46,884 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്കും താഴ്ന്നതായിട്ട് കാണാൻ സാധിച്ചിരുന്നു. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ഇന്നത്തെ വിപണിയിൽ സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 3 സെഷൻസ് ആയിട്ട് നമുക്ക് ഒരു നല്ലൊരു കറക്ഷനും കിട്ടിയിട്ടുണ്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ. നാച്ചുറലി ഐ തിങ്ക് ദിസ് ഇസ് എ ഗ്രേറ്റ് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി. ആൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഏറ്റവും നല്ലൊരു സ്റ്റോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് HDFC ബാങ്ക് തന്നെ. കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അതോടൊപ്പം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ സാറിന്റെ ഒരു ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുന്ന പതിവ് പോലെ തന്നെ അദാനി സ്റ്റോക്കുകളിലേക്ക് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസത്തിൽ ഏറ്റവും അധികം ഒരു ഇടിവ് അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ കടന്നു വന്നിരിക്കുന്നത് അദാനി സ്റ്റോക്കുകളിൽ തന്നെയായിരുന്നു. അദാനി എന്റർപ്രൈസ് 2.5% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. അദാനി പോർട്സും 2% ഒരു നഷ്ടത്തിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അദാനി സ്റ്റോക്കുകളെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ ഓൾമോസ്റ്റ് എല്ലാ അഡാനി സ്റ്റോക്സിലും നമുക്കൊരു സെല്ലിംഗ് കാണാനിടയായി. ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. സോ ഈ കറന്റ് ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്സ് മെയിൻറ്റെയിൻ ചെയ്ത് വേണം ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അതോടൊപ്പം തന്നെ മറ്റൊരു സ്റ്റോക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ITCയെ കുറിച്ച് തന്നെയാണ്. ITCയുമായി ബന്ധപ്പെട്ട് ധാരാളം അപ്ഡേഷൻസ് അല്ലെങ്കിൽ റിപ്പോർട്ടുകളൊക്കെ തന്നെ അവരുടെ പ്രധാന പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ള ബ്രിട്ടീഷ് അമേരിക്കൻ ടൊബാക്കോ അവരുടെ സ്റ്റേക്ക് സെയിൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ ഏകദേശം ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഏകദേശം 3.5% ഒരു ഇക്വിറ്റി ആയിരിക്കും ഇതുവഴി വിറ്റഴിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 16,775 കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. 43.69 കോടിയുടെ ഓഹരികളാണ് ഇത്തരത്തിൽ വിറ്റഴിക്കുക എന്നുമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഓഹരി ഒന്നിന് 384 രൂപ മുതൽ 400 രൂപ റേഞ്ചിലായിരിക്കും ഇത്തരത്തിൽ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്നും അറിയിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ഒരു ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ 5% ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ വിറ്റഴിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഈ ഒരു ബാറ്റിനെ സംബന്ധിച്ച് ITCയുടെ ഒരു മേജർ പോർഷനും ബാറ്റിന്റെ കൈവശം തന്നെയാണുള്ളത്. 29% സ്റ്റേക്കാണ് ഇപ്പോൾ ബാറ്റിന്റെ കൈവശമുള്ളത്. ഈ ഒരു സ്റ്റേക്ക് സെയിൽ നടത്തുന്ന വഴി 25.5% ഇത് ചുരുങ്ങുകയും ചെയ്യും. സോ ഇതിനെ തുടർന്ന് ഇപ്പോൾ ITCയെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ITC നമ്മൾ പ്രധാനമായിട്ടും ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ITCയുടെ നിലവിലുള്ള ഒരു ഷോർട്ട് ടേം ട്രെൻഡ് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ഒരു 5 ആഴ്ചത്തെ ട്രേഡിംഗിൽ 400 രൂപയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഒരു 390 to 400 ആ ഒരു റേഞ്ച് സപ്പോർട്ടായിട്ട് നിലനിർത്തുക. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഇമ്മീഡിയറ്റ്ലി ക്ലോസ് ഓൾ ലോങ് പൊസിഷൻസ്. പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ നമുക്കൊരു ട്രിഗർ ലഭിക്കണമെങ്കിൽ 420 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. അതോടൊപ്പം തന്നെ അംബുജ സിമന്റ്സ് പ്രധാന പ്രൊമോട്ടർ സാങ്കി ഇൻഡസ്ട്രീസിന്റെ സ്റ്റേക്കും വിറ്റഴിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. സാങ്കി ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം 7% ഒരു മുന്നേറ്റത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. അംബുജ സിമന്റ്സിന്റെ കേസ് പരിശോധിക്കുകയാണെങ്കിൽ 2% ഇടിവിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും 51.66 ലക്ഷത്തിന്റെ ഓഹരികളായിരിക്കും വിറ്റഴിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അംബുജ സിമന്റ്സിനെ സംബന്ധിച്ച് സാങ്കി ഇൻഡസ്ട്രീസിന്റെ 56.74% സ്റ്റേക്കാണ് കൈവശം വെച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ സാങ്കി ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചും ഒപ്പം തന്നെ അംബുജ സിമന്റ്സിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? അംബുജ സിമന്റ്സ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഇന്നലെ നമ്മൾ അഡാനി സ്റ്റോക്സിലൊക്കെ ഈ വീക്ക്നെസ് കണ്ട ആ ഒരു വീക്ക്നെസ് അംബുജ സിമന്റ്സിനെ ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അംബുജ സിമന്റ്സിൽ നമ്മൾ 560 രൂപ സപ്പോർട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ഇപ്പോൾ ഒരു ബുള്ളിഷ് ട്രിഗർ കാണാൻ സാധിക്കുന്നില്ല. സാങ്കി ഇൻഡസ്ട്രിയുടെ കേസ് എടുക്കുമ്പോഴേക്ക് അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ദിസ് ഇസ് എ വെരി സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഒന്നും കാണുന്നില്ല. സോ ഈ ഒരു സ്റ്റോക്ക് പൂർണ്ണമായിട്ടും പൊസിഷൻസ് ട്രേഡിംഗിന് വേണ്ടി അവോയ്ഡ് ചെയ്യുക. ദിസ് ഇസ് നോട്ട് വർത്ത് ട്രേഡിംഗ്.
അപ്പം കഴിഞ്ഞൊരു സെഷനിൽ മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇന്ത്യ മാർട്ടിന്റെ ഓഹരികളായിരുന്നു. ഇന്ത്യ മാർട്ടിനെ സംബന്ധിച്ച് 3.41% ഒരു മുന്നേറ്റം അവസാന നിമിഷത്തിലും പ്രകടമാക്കി. 2628 എന്ന റേഞ്ചിലായിരുന്നു ഇന്ത്യ മാർട്ടിന്റെ ഓഹരികൾ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ഇന്ത്യ മാർട്ടിനെ സംബന്ധിച്ച് ജെഫറീസ് അടക്കമുള്ള ബ്രോക്കറേജുകൾ ഒരു ബൈക്കാൾ ഈ ഒരു ഓഹരിയിൽ നൽകിയിട്ടുണ്ടായിരുന്നു. ടാർഗറ്റ് പ്രൈസ് 3400 രൂപയാക്കിയിട്ട് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മുന്നോട്ടേക്ക് നല്ലൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ബൈക്കാൾ നൽകിയിരിക്കുന്നത്. ഇന്ത്യ മാർട്ടിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഇന്ത്യ മാർട്ടിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. സോ സ്റ്റോക്ക് ഇസ് അഗെയിൻ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഇതിൽ കാര്യമായിട്ട് അഗെയിൻ ഒരു ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം ലഭിക്കണമെങ്കിൽ 2800 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 2800 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന് ആ ലെവലിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു 400 രൂപയുടെ നേട്ടം നൽകാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഈ ഒരു ഇത്തരം സ്റ്റോക്കിൽ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്യുക. ഫൈനാൻഷ്യൽസിൽ നമുക്കൊരു കംഫർട്ട് ഉണ്ടെങ്കിൽ മാത്രം ലോങ് പൊസിഷൻ എടുക്കുക. മറ്റൊരു സ്റ്റോക്ക് മൂവ്മെന്റ് ഉണ്ടാക്കിയത് ജൂപ്പിറ്റർ വാഗൻസ് ആയിരുന്നു. ജൂപ്പിറ്റർ വാഗൻസിനെ സംബന്ധിച്ച് 6% ഒരു ഇടിവോട് കൂടിയിട്ടാണ് കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചത്. 340 രൂപ റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ജൂപ്പിറ്റർ വാഗൻസുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ഒരു അപ്ഡേഷൻ വന്നത് റെയിൽവേ മിനിസ്ട്രി അല്ലെങ്കിൽ റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് വീണ്ടും കമ്പനിക്ക് ഒരു പുതിയൊരു ഓർഡർ ലഭിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേഷൻസ് ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വാർത്തയ്ക്ക് പിന്നാലെയും ജൂപ്പിറ്റർ വാഗൻസിന്റെ ഓഹരികളിൽ നമുക്കൊരു ഇടിവ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. ജൂപ്പിറ്റർ വാഗൻസിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു 1 month ആയിട്ടും അതിന്റെ ഒരു പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് 3% നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജൂപ്പിറ്റർ വാഗൻസിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഇതിൽ നമുക്ക് ഇപ്പോൾ ഒരു ലോ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി പുതിയൊരു ബൈയിങ് അവസരം അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ്. സോ ഈ സ്റ്റോക്കിൽ ഓൾറെഡി നമുക്ക് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 335 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുക. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ നമ്മൾ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യരുത്. സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷ് ആണെങ്കിൽ 385 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. അതോടൊപ്പം തന്നെ മൂവ്മെന്റ് ഉണ്ടായ മറ്റൊരു സ്റ്റോക്ക് കെഫിൻ ടെക്നോളജീസിന്റെ ആയിരുന്നു. കെഫിൻ ടെക്നോളജീസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തിൽ 5% ഒരു ഇടിവിൽ 594.8 എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ കഴിഞ്ഞ ദിവസം ഒരു ബ്ലോക്ക് ഡീൽ ഒക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 36 ലക്ഷത്തിന്റെ ഓഹരികളുടെ കൈമാറ്റമായിരുന്നു കഴിഞ്ഞ ഒരു സെഷനിൽ മാത്രമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? റിയ, അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഈ സ്റ്റോക്ക് ഓക്കെ കിട്ടിയിട്ടുണ്ട്. കെഫിൻ ടെക്നോളജിയുടെ ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ മാസം ഈ ഒരു സ്റ്റോക്ക് റെക്കോർഡ് ഓൾ ടൈം ഹൈ അറൌണ്ട് 720 രൂപ എത്തിയതിനു ശേഷം കനത്ത സെല്ലിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിക്കഴിഞ്ഞു. ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ റിസ്കി ആയിരിക്കും. അതോടൊപ്പം കഴിഞ്ഞൊരു വ്യാപാരത്തിൽ ഏറ്റവും അധികം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും അധികം ഒരു ഇടിവ് രേഖപ്പെടുത്തിയ ഒരു സെക്ടർ എന്ന് പറയുന്നത് റിയലിറ്റി സൂചിക തന്നെയായിരുന്നു. റിയലിറ്റി സൂചികയിൽ തന്നെ ഭൂരിഭാഗം ഓഹരികളും ഒരു ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ അതിൽ പ്രത്യേകിച്ചും DLFന്റെ ഓഹരികളെ സംബന്ധിച്ച് 5% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ മറ്റ് റിയലിറ്റി ഓഹരികളിൽ ഇപ്പൊ സ്വാൻ എനർജി, ലോഥ പോലുള്ള ഓഹരികളിലൊക്കെ തന്നെ നമുക്കൊരു കനത്ത ഇടിവ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. റിയലിറ്റി സെക്ടറിനെ സംബന്ധിച്ച് സാറിന് ഒരു ഔട്ട്ലുക്ക് എന്താണ്? ഇത്തരം റിയലിറ്റി സെക്ടറിൽ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? റിയാലിറ്റി സെക്ടർ നമുക്ക് കഴിഞ്ഞ 5-6 മാസത്തിനിടെ ഒത്തിരി നേട്ടം നൽകിയിട്ടുണ്ട്. കാര്യമായിട്ട് ഒരു കറക്ഷൻ പോലും നമുക്ക് റിയാലിറ്റി സ്റ്റോക്സ് കാണാൻ ഇടയായിട്ടില്ല. സോ ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന ഇടിവ് ആക്ച്വലി നമ്മൾ ഒത്തിരി മാസങ്ങൾക്ക് ശേഷം കാണുന്ന ആദ്യത്തെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അതിനെ തുടർന്ന് നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആകുക. അറ്റ് ദ മൊമെന്റ് ലോ റിസ്കിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാനും ഒരു അവസരം കാണാൻ സാധിക്കുന്നില്ല. യെസ്, ഇപ്പൊ പ്രേക്ഷകരുടെ ക്വരീസ് അഡ്രസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. പക്ഷെ അതിനു മുൻപ് ഇന്നത്തെ വിപണിയിൽ സാർ ഏതെങ്കിലും സ്റ്റോക്സുകൾ ഫോക്കസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ?
4 സ്റ്റോക്സ് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് HDFC ബാങ്ക്. പിന്നീട് KPR മിൽസിലെ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ടേം മൊമെന്റത്തിന് വേണ്ടി തൈറോ കെയർ ടെക്നോളജിയിലും ടാറ്റ ടെക്നോളജിയിലും അതുപോലെ തന്നെ നൈക്കയിലും നല്ല സെറ്റപ്പ് കാണുന്നുണ്ട്. യെസ് സർ, ഏതായാലും പ്രേക്ഷകരുടെ ക്വരീസ് അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ ഒന്നിലധികം പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ജിയോഫിനുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 2% നേട്ടത്തിൽ 363 രൂപ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ജിയോഫിന്നിന്റെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ എത്രയോ ആഴ്ചകളായിട്ട് തുടർച്ചയായിട്ട് നേട്ടം നൽകിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ജിയോഫിന്റെ കേസിൽ ദ അണ്ടർടോൺ ഇസ് വെരി ബുള്ളിഷ്. ബട്ട് ഈ സ്റ്റോക്കിലും നമ്മൾ കഴിഞ്ഞ ഒത്തിരി ആഴ്ചകളായിട്ട് ഒരു കറക്ഷൻ പോലും കണ്ടിട്ടില്ല. സോ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ആൻഡ് വാട്ട് യു നീഡ് ടു ഡു ഇസ് ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു 355 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ബിജി എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് NMDCയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 2% ഇടിവിൽ 223 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ NMDC അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. പക്ഷെ സ്റ്റോക്കിലും നമ്മൾ കഴിഞ്ഞ ഒത്തിരി ആഴ്ചകളായിട്ട് കറക്ഷൻ ഒന്നും തന്നെ കണ്ടിട്ടില്ല. ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 218 രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഇന്നൊരു ലോ റിസ്ക് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. നിഖിൽ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഗെയിലിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ ഒരു ഇടിവ് ഗെയിലിന്റെ ഓഹരികളിൽ കണ്ടിരുന്നു. 180 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. Undertone continues to be bullish. And ഗെയിലിന്റെ ആദ്യത്തെ ഒരു മേജർ സപ്പോർട്ട് കാണുന്നത് 172 രൂപയിൽ. സോ ആ ഒരു സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. പുതിയൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കണമെങ്കിൽ 190 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ജോസഫ് ജോർജ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് C&DLM ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. ഈ ഒരു ഓഹരി കഴിഞ്ഞ ദിവസത്തിൽ 3% ഇടിവിൽ 717 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്റ്റോക്കിന്റെ പേര് ഒരിക്കൽ കൂടെ പറയാമോ? C&DLM. സോ C&DLM ഈ വർഷത്തിന്റെ സ്റ്റാർട്ടിങ്ങില് നമുക്ക് ഒത്തിരി നേട്ടം നൽകിയിട്ടുണ്ട്. 640 രൂപയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് ഫെബ്രുവരി മാസം തുടക്കത്തിൽ തന്നെ 880 രൂപ വരെ നേട്ടം നൽകിയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അതിനുശേഷം കനത്ത സെല്ലിംഗ് പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കും ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്, കാര്യമായിട്ട് ലിക്വിഡിറ്റി ഇല്ലാത്തൊരു സ്റ്റോക്കാണ്. സോ ഈ ഒരു സ്റ്റേജിൽ ഈ സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 660 രൂപ സ്റ്റോപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. മധു എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് റിലയൻസിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 6% നേട്ടത്തിൽ 2953 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. റിലയൻസിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. റിലയൻസിന്റെ മൂവ്മെന്റ് നിഫ്റ്റി 50യുടെ മൂവ്മെന്റിനെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മേജർ സപ്പോർട്ട് നമുക്ക് റിലയൻസിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നത് 2840 രൂപയിൽ. ആൻഡ് ആ നിലവിലുള്ള ഓൾ ടൈം ഹൈ അറൌണ്ട് 3000 രൂപയായിരിക്കണം നമ്മൾ റെസിസ്റ്റൻസ് ലെവൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഷാക്കിർ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് കാമലിൻ ഫൈൻ സയൻസ് ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 0.59% ഒരു മുന്നേറ്റത്തിൽ 111 രൂപ 50 പൈസയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി കാമലിൻ ഫൈൻ സയൻസസും ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്, കാര്യമായിട്ട് ലിക്വിഡിറ്റി ഇല്ല. നിലവിലുള്ള ട്രെൻഡ് ഇസ് കംപ്ലീറ്റ്ലി ബെയറിഷ്. ഈ സ്റ്റോക്കിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. അരുൺ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് JTL ഇൻഡസ്ട്രീസ് ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 7% ഒരു ഇടിവിൽ 178 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ ഈ ഒരു സ്റ്റോക്കും ദിസ് ഇസ് എ ക്ലാസിക് കേസ് ഓഫ് എ സ്മോൾ ഓർ മിഡ് ക്യാപ് സ്റ്റോക്ക്. ഇന്ന് പ്രിയ എൻ്റെ അടുക്കൽ ചോദിച്ചിരുന്നെങ്കിൽ ഒത്തിരി സ്റ്റോക്സിൽ ദേ ആർ ഓൾ സ്മോൾ ഓർ മിഡ് ക്യാപ് സ്റ്റോക്സ്. പ്രേക്ഷകരെ ശ്രദ്ധിച്ചിരിക്കേണ്ടത് കഴിഞ്ഞ 5-8 മാസങ്ങളിൽ നമുക്ക് ഒത്തിരി നേട്ടം സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്പേസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ ഒരു ആഴ്ച 10 ദിവസത്തിനിടെ
സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്റ്റോക്സിലാണ് നമുക്ക് ഒത്തിരി പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഡിക്കേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലെ വരും ദിവസങ്ങളിൽ ഒത്തിരി വോളറ്റിലിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്റ്റോക്സിലെ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റിക്ക് ടു ഓൺലി ദ ലാർജ് ക്യാപ്, സ്റ്റിക്ക് ടു കമ്പനീസ് വിച്ച് ആർ ഹാവിംഗ് ഗുഡ് ഫൈനാൻഷ്യൽസ്. അവിടെ ആയിരിക്കും നമുക്ക് ഏറ്റവും കുറഞ്ഞ റിസ്ക് ഉള്ള ട്രേഡിംഗ് അവസരങ്ങൾ മാർക്കറ്റിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ ഒന്നിലധികം പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്ന ഇന്ത്യൻ റിന്യൂവബിൾ എനർജിയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 5% ഇടിവിൽ 134 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. REDA നവംബർ മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ട് ഒത്തിരി നേട്ടം നൽകിയതിനു ശേഷം കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു നല്ല ഹെൽത്തി കറക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അറ്റ് ദ മൊമെന്റ് ബോട്ടം വന്നു കഴിഞ്ഞു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഒരു മേജർ സപ്പോർട്ട് ഏരിയ എനിക്ക് കാണാൻ സാധിക്കുന്നത് 120 രൂപ. അതേസമയം ഒരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ സ്റ്റോക്ക് 160 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. ഒപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ അലക്സ് എന്ന് പറഞ്ഞ ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഇൻഡോ അമിൻസ് ലിമിറ്റഡ് 118 രൂപയിലായിരുന്നു കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചത്. ഇത് ലോങ് ടേം വ്യൂവിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുമോ എന്നാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇൻഡോ അമിൻസിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. അറ്റ് ദ മൊമെന്റ് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിന് 100 രൂപയിൽ നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സി ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന്. ഒപ്പം സുഗേഷ് എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ക്യൂപിഡ് ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 5% മുന്നേറ്റത്തിൽ 2458 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇത് വീണ്ടും ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഒത്തിരി ലിക്വിഡിറ്റി ഒന്നും തന്നെ ഇല്ല. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ വെറും 400-500 രൂപയിലായിരുന്നു ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. ആൻഡ് കഴിഞ്ഞ ആഴ്ച ഇതൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ 2800 രൂപ വരെ നേട്ടം നൽകിയിരുന്നു. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2100 രൂപയിൽ സപ്പോർട്ട് വാച്ച് ചെയ്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് ഈ ഹൈ ലെവൽസിൽ എടുക്കുന്നത് വളരെ റിസ്കി ആയിരിക്കും. ഡാനിയൽ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഗബ്രിയൽ ഇന്ത്യ ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 4% ഇടിവിൽ 304 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ ഗബ്രിയൽ നവംബർ മാസത്തിൽ 440 രൂപ എത്തിയതിനു ശേഷം തുടർച്ചയായിട്ട് ഇറ്റ് ഇസ് അണ്ടർഗോയിങ് പ്രോഫിറ്റ് ടേക്കിംഗ് ആൻഡ് കറക്ഷൻ. ആ ഒരു കറക്ഷനെ തുടർന്ന് അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറി. ആൻഡ് അതിനെ തുടർന്ന് ബെറ്റർ ടു അവോയ്ഡ് ലോങ് പൊസിഷൻസ്. ഒപ്പം റോബിൻ എന്ന് പറഞ്ഞ ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സൺഫാർമയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 0.5% ഇടിവിൽ 1585 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സൺഫാർമ നവംബർ മാസത്തിൽ വെറും 1000 രൂപയിലായിരുന്നു ട്രേഡിംഗ് നടത്തി വന്നത്. ആൻഡ് മെഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ റെക്കോർഡ് ഓൾ ടൈം ഹൈ അറൌണ്ട് 1620 രൂപയ്ക്ക് അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് സ്റ്റോക്ക് ഇസ് എ ലിറ്റിൽ ബിറ്റ് ഓവർ ഹീറ്റഡ്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഒന്നിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം ഈ സമയത്ത്. അതല്ലെങ്കിൽ 1550 രൂപയിൽ സപ്പോർട്ട് ലെവലായിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒപ്പം മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ജെറ്റ് എയർവേസിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 5% നേട്ടത്തിൽ 43 രൂപയിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇത്തരം സ്റ്റോക്സ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. ജെറ്റ് എയർവേസിനെ കുറിച്ച് നമുക്ക് ഒത്തിരി വാർത്തകൾ പത്രത്തിലും മറ്റേ മീഡിയയിലും ഒക്കെ വായിക്കാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിൽ ഒരു ഫൈനാൻഷ്യൽസും തന്നെ ഇല്ല. സോ ഈ ഒരു സ്പെക്യുലേറ്റീവ് വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പൊസിഷൻ എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൽ ഒത്തിരി റിസ്ക് ഉണ്ടാവും. സോ നമുക്ക് ഫൈനാൻഷ്യൽസിനെ കുറിച്ച് ഒരു നല്ല അഭിപ്രായം ഇല്ലെങ്കിൽ, എസ്പെഷ്യലി ഇതുപോലെ വളരെ ഓവർ ഹീറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ ഇത്തരം സ്റ്റോക്സ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. ഒപ്പം വേറൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് എഞ്ചിനീയേഴ്സ് ഇന്ത്യയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 1.8% ഇടിവിൽ 212 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ്. സ്റ്റോക്കിന് 190 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് നിലനിൽക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് സ്ഥിരീകരിക്കുക.
സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ സ്റ്റോക്ക് 230 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. യെസ്, ഏതായാലും നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. പക്ഷേ താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുൻപ് അവസാനമായിട്ട് ഡിമാർട്ടിലുള്ള സാറിന്റെ വ്യൂ കൂടി ഒന്ന് ഷെയർ ചെയ്യാമോ? എക്സ്ട്രീംലി ബുള്ളിഷ്. സോ ഒത്തിരി മാസങ്ങൾക്ക് ശേഷം നമുക്ക് സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 4200 രൂപയിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 4500 രൂപയിൽ.